കറക്റ്റ്. നീ എന്ത് വായിച്ചാലും ഞാനും വായിക്കും. യതൂബു ഇലല്ലാഹി യതൂബു ഇലൈഹി അല്ലാഹ്. ആരെങ്കിലും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചാൽ അള്ളാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കും. യതൂബുല് മഞ്ഞ് കടത്തണം. അപ്പൊ എങ്ങനെ പറയാ? മൻ യതൂബു ഇലല്ലാഹി യതൂബു അലൈഹില്ല. കറക്റ്റ്. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. മഞ്ഞ് കൂട്ടി വായിക്കുമ്പോ യൻജഹു ബി തഖ്ദീരി മുംതാസിൻ. എക്സലന്റ് മാർക്കിൽ ആരെങ്കിലും വിജയിച്ചാൽ യഹ്സുലു അലാ ജായിസത്തിൻ, ഓന് സമ്മാനം കിട്ടും. മന്നന്നെ മൻ ആരെങ്കിലും വിജയിച്ചു. ബി തഖ്ദീരി മുംതാസ് എന്ന് പറഞ്ഞാൽ എക്സലന്റ്. എന്താ പറയാ? എക്സലന്റ് പറഞ്ഞ അതാ മുംതാസ് എന്നതിന്റെ അർത്ഥം എക്സലന്റ്. യഹ്സുൽ അവൻ കരസ്ഥമാക്കും അല ജായിസിനെ. ഇതാ പറയണോ ഇക്കോളി കായിദ ഇതാ പറയണ്. ഷർത്തിന്റെ ജവാബിൽ ഫാ വരുന്ന കുറെ സ്ഥലങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കുറച്ചും കൂടി നമ്മൾ ഇന്നലെയും കൂടി പറഞ്ഞു. അത് നിയമമായിട്ട് ഇതാ പറയുന്നു കേട്ടോ. അറഫ്ത എന്താർത്ഥം? നീ മനസ്സിലാക്കിയിട്ടുണ്ട്. ഫിദ്ദർസി സാബിഖി കഴിഞ്ഞ പാഠത്തിൽ ഇത് മനസ്സിലാക്കി. എന്താ മനസ്സിലാക്കിയത്? അന്ന ജവാബ ഷർത്തി. എന്താ? തീർച്ചയായും ജവാബ് ഷർത്തിന്റെ ജവാബ് യഖ്തരിനു. അതെന്താക്കും? അടുത്ത് വരും. യഖ്തരിനു പറഞ്ഞാൽ എന്താ അർത്ഥം? അടുത്ത് വരും. ബിൽ ഫാഇ ഫാഇനോട് അടുത്ത് വരും. ഇഖ്തറന യഖ്തരിനു അടുത്ത് വരിക. ഈ മവാലിയ ഒരുപാട് സ്ഥലങ്ങളിൽ, ഈ മവാലിയ ഒരുപാട് സ്ഥലങ്ങളിൽ ഫിയർഫ് ജാറ് മവാലിയ ഓക്കെ. പിന്നെ മിൻഹ ആ ജവാബിനോട് ഫാ അടുത്ത് വരുന്ന സ്ഥലങ്ങളിൽപ്പെട്ടതാണ് അയ്യകൂന ആ ജവാബാക ജുംലത്തൻ ഇസ്മിയ. ഒക്കെ നമ്മൾ പഠിച്ച ജവാബ് ജുംല ഇസ്മി ആണെങ്കിൽ ഏതിന്റെ ജവാബ്? ഷർത്തിന്റെ ജവാബ് ജുംല ഇസ്മി ആണെങ്കിൽ ജവാബിൽ ഏതുണ്ടാവില്ല? ജസ്മ് ഉണ്ടാവില്ല. ജസ്മിന് പകരം എന്തിനെ കൊടുക്കും? ഫായിനെ കൊടുക്കും. ഒന്ന് അയ്യക്കൂന ജവാബാക ജുംലത്തൻ ഇസ്മിയ ഇസ്മിയ ജുംല ആകുക. രണ്ടാമത്തത് അയ്യക്കൂന ജവാബാക യക്കൂനന്റെ ഇസ്മ ജവാബാട്ടോ. അയ്യക്കൂന ജവാബാക ഫിഅലൻ ത്വലബിയ്യൻ ത്വലബിയായ ഫീലാകുക. അംറി നഹി, അംറ് നഹി ഇസ്തിഫാം. ഇത് മൂന്നിനും എന്തെന്ന് പറയും? ത്വലബി എന്ന് പറയും. അതാ അയ്യക്കൂന ഇത് മൂന്ന് നെയ്ന്റെ വിഭാഗത്തിൽ പെട്ടതാ, ത്വലബി പെട്ടതാണ്. അപ്പൊ ഷർത്തിന്റെ ജവാബ് അംറായി വന്നു, നെഹിയായി വന്നു, ഇസ്തിഫാമായി വന്നു. അപ്പൊ ആ ജവാബിലൊന്നും എന്തുണ്ടാവൂല? ഫാ ഉണ്ടാകൂല, അല്ല ജസ്മ് ഉണ്ടാകൂല. ജസ്മിന് പകരമായിട്ട് ജവാബിൽ എന്തിനെ കൊടുക്കും? ഫായിനെ കൊടുക്കും. നദ്കുറു നമ്മൾക്ക് പറയാം, അൽ ആന ഇപ്പൊ, ബഖിയത്തൽ മവാദിഇ മറ്റുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇപ്പൊ പറയാം. ദക്കറ, യദ്കുറു, പിന്നെ നദ്കുറു. അപ്പൊ എന്താ അർത്ഥം? നമുക്ക് പറയാം. അൽ ആന ഇപ്പൊ, ബഖിയത്തൽ മവാദി ഫാ വരുന്ന മറ്റുള്ള സ്ഥലങ്ങൾ, ഫാ വരുന്ന എന്താണ്? ഏത് സ്ഥലം? ഫാ വരുന്ന മറ്റു സ്ഥലം. ഒന്ന് അയ്യകൂന ഫിഅലാകുക
പിന്നെ എന്താകുക ജവാബാകുക. യക്കൂനന്റെ ലമീറൊക്കെ ഏതാണ്? ജവാബാണ്. അയ്യക്കൂന എന്ന് പറഞ്ഞതിന്റെ ഇസ്മ ഏതാണ്? ഒക്കെ ഏതാണ്? ജവാബാണ്. ഒന്ന് മൂന്നാമത്തത് ഒന്ന്. അപ്പൊ ആദ്യം ഒന്ന് രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് ജുംല ഇസ്മി ആകുക, രണ്ട് തൊലബാകുക. തൊലബിൽ ഏതൊക്കെ പെട്ടു? അമ്രും പെട്ടു, നെയ്യും പെട്ടു, ഇസ്തിഫാമും പെട്ടു. ഇനി ബാക്കി നമ്മൾ പറയുന്നത് അയ്യക്കൂന ജവാബാകുക, ഫിഅലൻ ജാമിദൻ ജാമിദായ ഫീലാകുക. ജവാബ് ജാമിദായ ഫീലാണെങ്കിൽ അതിൽ ജസ്മുണ്ടാവൂല. പകരം എന്തിനെ കൊടുക്കും? എന്തിനെ കൊടുക്കും? ജാമിദ. മനസ്സിലായോ? ലൈസ. ലൈസ ജാമിദ. ലൈസ എന്നാണ് ജാമിദ്. എന്താ ജാമിദ് പറഞ്ഞ? ജാമിദ ടീച്ചറല്ല. ജാമിദന ഉറച്ചത് എന്നാണ് അർത്ഥം. കേൾക്കുന്നുണ്ടോ ഞാൻ പറയണേ? ആ, അതായത് ലൈസിന്ന് ഏത് വരുന്നില്ല? മുലാരില്ല, ഇസ്മുഫായിലില്ല, അംറില്ല, നഹിയില്ല, ഇസ്മു മഫൂലില്ല. ഏതിൽ നിന്ന്? ഏതിൽ നിന്ന്? ലൈസ. അതുകൊണ്ടാണ് ലൈസക്ക് എന്ത് എന്ന് പറയുന്നത്? അപ്പൊ എന്തുകൊണ്ടാ ജാമിദ് എന്ന് പറഞ്ഞത്? ലൈസക്ക് ഏതില്ല? മറ്റുള്ള ഇനങ്ങൾ പറഞ്ഞാൽ ഏതാ? മുലാരി, മസ്തർ, ഇസ്മു ഫായില്, ഇസ്മു മഫൂല്, അംറ്, നഹി. ഇതൊന്നും ആർക്കില്ല. എന്നാ മറ്റീലും കണ്ട് ലറബക്ക് ഏതുണ്ട്? മുലാരി ഏതുണ്ട്? ഇൽരിബ് മുലാരി ഉണ്ട്, ഇൽരിബ് അംറുണ്ട്, ലറബ് മസ്തർ ഉണ്ട്, ലാരിബ് ഇസ്മു ഫായിലുണ്ട്, മൽറൂബ് ഏതുണ്ട്? ആ, ഇതൊന്നും ആർക്കില്ല. നമ്മളെ ലൈസക്കില്ല. അതുകൊണ്ടാണ് ലൈസക്ക് എന്തെന്ന് പറയുന്നത്? എന്തെന്ന് പറയണേ? ജാമിദ്. അപ്പൊ ജാമിദ് എന്ന് പറയുമ്പോ അപ്പൊ മനസ്സിലേക്ക് വരണം മാലി മാത്രം ഉണ്ടാവും. മുലാരി ഇല്ല, ഇസ്മുഫായിലും ഇല്ല, ഇസ്മഫൂലും ഇല്ല, അംറില്ല, നഹിയില്ല. അപ്പൊ ജവാബ് ജാമിദാണെങ്കിൽ നോക്കിക്കോളൂ. ഇതാ ഒരു ഹദീസ്. മൻ വശന, ആരെങ്കിലും വഞ്ചിച്ചാൽ, ഫലൈസ മിന്ന, അവൻ നമ്മിൽ പെട്ടവനല്ല. വഞ്ചന നടത്തണോ? ആരല്ല? ആരല്ല? നമ്മളിൽ പെട്ടവനല്ല. മൻ വശന, ആരെങ്കിലും നമ്മളെ വഞ്ചിച്ചാൽ, ഫലൈസ, അവനല്ല, മിന്ന, നമ്മളിൽ പെട്ടവനല്ല. മഞ്ഞ് ഷർത്തിയാണ്. മഞ്ഞ് ഷർത്ത് ജാസിം. വശ ഫിഅലുൻ മാളിൻ മബ്നിയുൻ അലൽ ഫത്ഹി ഫീ മഹല്ലി ജസ്മിൻ ഫിഅലു ഷർത്തി. വശ ലഫ്ളിൽ മാലി ആണെങ്കിലും അതിന്റെ മഹല്ലിൽ ഏതുണ്ട്? ജസ്മുണ്ട്. അപ്പൊ എങ്ങനെ തർക്കീബ് പറയാ? മഞ്ഞ് ഷർത്ത് ജാസിം, വശ ഫിഅലുൻ മാളിൻ മബ്നിയുൻ അലൽ ഫത്ഹി ഫീ മഹല്ലി ജസ്മിൻ ഫിഅലു ഷർത്തി. ഇനി അതിന്റെ ജവാബാണ് ഏത്? ചതിച്ചാൽ അപ്പോൾ അവനല്ല, മിന്ന, നമ്മളിൽ പെട്ടവനല്ല. അവിടെ കണ്ട ജവാബ് ലൈസയാണ്. ലൈസ ജാമിദാണ്. അതിന് ഏതില്ല? മാലി മുലാരിയൊന്നും ഇല്ല. അപ്പൊ ജാമിദായപ്പോ ആ ലൈസയിൽ എന്തിനെ കൊടുത്തു? അപ്പൊ എന്താ കായിദ? ജാമിദായ ഫീല് ജവാബായിട്ട് വന്നാൽ, മാലി മുലാരി ഇസ്മുഫായിലൊന്നും ഇല്ലാത്ത ഫീല് ജവാബായിട്ട് വന്നാൽ അതിന് ഏതിനെ കൊടുക്കണം? ഫായിനെ കൊടുക്കണം. ഈ ജാമിദ ലൈസ അല്ലാതെ വേറെ ഏതെങ്കിലും വാക്ക്? അസ, അസ, ഇഖ്ലൗലക കുറെ വരുന്നുണ്ട് ഇതില്. അപ്പൊ ഇതില് ലൈസ മാത്രമേ പറയണുള്ളൂ. പിന്നെ അസയില് പെട്ടതാ. അസ നമ്മളെ അസല്ലേ? ആയേക്കാം. എന്ത് അസല്ലേ? അങ്ങനെ എത്ര അസ കഴിഞ്ഞു പോയിക്കണ്. ആ, പിന്നെ അപ്പൊ ഫലൈസ, അവനല്ല. ഫാ ജവാബില് വന്നത് ലൈസ ഫീല് നാക്കിസ്. ലൈസന്റെ ഇസ്മേതായിലുണ്ട് ലമീറ. എന്താ ലൈസ അർത്ഥം? അവനല്ല. മിന്ന, നമ്മളിൽ പെട്ടവനല്ല. ജാറ് മജ്റൂർ ഖബർ. മിന്ന എന്ന് പറയണതേ അവിടെ എങ്ങനെ ഉണ്ടാകുക? മിൻ പ്ലസ് ന.
ഇനി ആ മൂന്നാമതോ അയ്യക്ക് തരീന ആ ജവാബ് അടുത്ത് വരലാണ് ബി ഖദ്. ജവാബിൽ ഖദ് വന്നാലും അവിടെ ഏതുണ്ടാവും? ഫാ ഉണ്ടാവും. ഇപ്പൊ എത്ര സ്ഥല പറഞ്ഞേ? 3 സ്ഥലമായി. ജുംല ഇസ്മി, ത്വലബി, മൂന്നാമത്തത് ഫീൽ ഏതാകുക? ജാമിദാകുക. നാലാമത്തത് അയ്യക്തരിന ആ ജവാബ് അടുത്തു വരിക. അയ്യക്തരിനന്റെ ഫായിലാരാണ്? അയ്യക്തരിന അതടുത്ത് വരിക. അത് പറഞ്ഞാരാ? അർത്ഥത്തിന്റെ ജവാബ്. മറ്റോടത്തൊക്കെ അയ്യക്കൂന എന്ന ജവാബല്ലേ? അതേമാതിരി തന്നെ യക്തരീന ആ ജവാബ് അടുത്ത് വരിക. എന്തിനോട് അടുത്ത് വരിക? ബി ഖദ്. ആരോട് അടുത്ത് വരിക? അടുത്ത് വരിക. ഉദാഹരണം വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. വമൻ യുതിഇല്ലാഹ ആരെങ്കിലും അല്ലാഹുവിനെ അനുസരിച്ചാൽ വറസൂലഹു അവന്റെ പ്രവാചകനെയും അനുസരിച്ചാൽ ഫഖദ് ഫാസ തീർച്ചയായിട്ടും അവൻ വിജയിച്ചു. ഫാസ മാദിയ. അതുകൊണ്ട് ഏതാ ഷർത്ത്? മന്ന് ഷർത്ത് ജാസിം. യുതിഅ ഫിഅലുൻ മുളാരിഉൻ മജ്സൂമുൻ ബിസ്സുകൂൻ. ഫിഅലു ഷർത്ത് ഫായിൽ ളമീർ മുസ്തതിർ തഖ്ദീർ ഹുവ. അല്ലാഹു അനുസരിച്ചാൽ എന്താ? വറസൂലഹു അവന്റെ റസൂലിനെയും അനുസരിച്ചു. അനുസരിച്ചാൽ ഷർത്ത്. ഇതാ ജവാബ്. ഫഖദ് ഫാസ തീർച്ചയായിട്ടും അവൻ വിജയിച്ചു. ഫാഇനെ പറ്റി എന്താ പറയാ? ജവാബിൽ വന്നത് എന്നാ പറയാ. ഫാ എന്തിൽ വന്നത്? ജവാബിൽ വന്നത്. അപ്പൊ കണ്ടോ, ജവാബിൽ ഖദ് ഉണ്ടായപ്പോ ആ ജവാബിൽ ഏത് വന്നു? ഏതാ ജവാബ്? ഫഖദ് ഫാസ. അതാണ് ജവാബ്. ആ ജവാബിൽ ഖദ് എന്നുള്ള അക്ഷരം വന്നപ്പോ ജവാബിൽ ഏതിനെ കൊടുത്തു? ഫായിനെ കൊടുത്തു. അഞ്ചാമത്തത് അയ്യക്തരിന ആ ജവാബ് അടുത്തു വരിക. ഒക്കെ ഫായില് ജവാബാണ്. അയ്യക്കൂന യക്കൂനന്റെ ഇസ്മ ജവാബ്. അയ്യക്തരിന യക്തരിനന്റെ ഫായില് ജവാബ്. അയ്യക്തരിന ജവാബ് അടുത്ത് വരിക. എന്തിനോട്? ബിമാ അന്നാഫിയ. എന്തിനോട്? എന്ത് മാ? നെഫി ചെയ്യുന്ന മാ. അപ്പൊ ജവാബിൽ നെഫി ചെയ്യുന്ന മായുണ്ടെങ്കിൽ ആ ഷർത്തിന്റെ ജവാബിൽ ഏതിനെ കൊടുത്തോളണം? ഫായിനെ കൊടുക്കണം. പിന്നെ നോക്കിക്കോളിയും. മഹ്മാതകുനുൽ ളുറൂഫു സാഹചര്യം എന്ത് തന്നെയായാലും ഫമാ അക്ദിബു ഞാൻ കളവ് പറയുകയില്ല. സാഹചര്യം എന്ത് എന്റെ തലണ്ട് പോയാലും ഞാൻ ഏത് പറയില്ല? അതാ അതിന്റെ അറബിയാണ്. മഹ്മാതകുനുൽ ളുറൂഫു ളുറൂഫിന് സാഹചര്യം, സാഹചര്യങ്ങൾ എന്ത് തന്നെയായാലും ഫമാ അക്ദിബു ഞാൻ കളവ് പറയുകയില്ല. ഏതാ അദാത്തു ഷർത്ത്? ഏതാ? അതിന്റെ ജവാബാണ് ഫമാ അക്ദിബു. ജവാബിൽ ഏതുണ്ട്? ജവാബ് ഏതായി? നഫിയായി. ജവാബ് എന്തിനോട് അടുത്തു? മാനോട് അടുത്തപ്പോ ആ ജവാബിൽ എന്തിനെ കൊടുത്തു? ഫായിനെ കൊടുത്തു. ഇനി അടുത്തത് അയ്യക്തരിന ജവാബ് അടുത്ത് വരിക. ബിലൻ. എന്തിനോട് അടുത്ത് വരിക? ലന്നിനോട് അടുത്ത് വരിക. ലന്നിനോട് അടുത്ത് വന്നാലും ജവാബിൽ ഏതുണ്ടാകും? ഫാ ഉണ്ടാകും. എന്താ ഉദാഹരണം? മൻ ലബിസൽ ഹരീറ ഫിദ്ദുനിയാ ആരെങ്കിലും ദുനിയാവില് പട്ട് ധരിച്ചാൽ. ലബിസാറിന്റെ എന്താർത്ഥം? അപ്പൊ മൻ ലബിസൽ ഹരീറ എന്താർത്ഥം? ആരെങ്കിലും പട്ട് ധരിച്ചാൽ ഫിദ്ദുനിയാ ദുനിയാവില് ഫലൻ യൽബസഹു ആ പട്ടിനെ അല്ലാഹു അവന് ധരിപ്പിക്കൂല. ഫിൽ ആഖിറതി എവിടെ? പരലോകത്ത്. ഫിൽ ആഖിറ പറഞ്ഞാ അതാണ്. അപ്പൊ മൻ ലബിസൽ ഹരീറ ആരെങ്കിലും പട്ട് ധരിച്ചാൽ ഫിദ്ദുനിയാ ദുനിയാവിൽ ആരെങ്കിലും പട്ട് ധരിച്ചാൽ
അതാണ് ഷർത്ത്. ഏതാ ഷർത്ത്? മന്ന് ഷർത്ത് ജാസിം ലബിസ ഫീൽ മുളാരി മബ്നിയുൻ അലൽ ഫത്ഹി ഫീ മഹല്ലി ജസ്മിൻ ഫീൽ ഷർത്ത്. അതിന്റെ ജവാബാണ് ഫലൻ യൽബസ. ആ ജവാബിൽ ഏതുണ്ടായി? ലെന്ന്. അപ്പൊ ജവാബിൽ എന്നിനോട് അടുത്താലും ജവാബിൽ എന്തുണ്ടാവും? ഫാവ് വേണം. അടുത്തത് ഏഴാമത്തതായി യക്തരീന ജവാബ് അടുത്ത് വരലാണ് ബിസീനി. എന്തിനോട് അടുത്ത് വരിക? സീനിനോട് അടുത്ത് വരിക. ജവാബിൽ സീൻ ഉണ്ടെങ്കിലും ഫായിനെ കൊടുക്കും. നോയിക്കോളീം. ഇൻ തുസാഫിർ നീ യാത്ര പോയാൽ ഫസ ഉസാഫിറു ഞാനും പിന്നീട് യാത്ര പോകും. ജി യാത്ര പോയാല് പിന്നീട് ഞാനും എന്താക്കും? യാത്ര പോകും. ഏതാണ് അവിടെ ജവാബ്? അവിടെ ജവാബാണ്. പക്ഷെ ആ ജവാബിൽ ഏതുണ്ട്? സ. എവിടെ സ? എവിടെ സ? ആ സീന് അവിടെ വന്നത് കൊണ്ട് ജവാബിൽ എന്തിനെ കൊടുത്തു? ഫായിനെ കൊടുത്തു. മനസ്സിലാണല്ലോ പറയണത്? അതോ തൊള്ളൊഴിച്ചിരിക്കേ? ആ. ഇനി അടുത്തത് എട്ടാമത്തത് അയ്യക്തരീന ആ ജവാബ് അടുത്തു വരിക ബി സൗഫ. എന്തിനോട് അടുത്ത് വരിക? സൗഫയോട്. അപ്പൊ ജവാബിൽ സൗഫയുണ്ടെങ്കിലും ആ ജവാബിൽ എന്തിനെ കൊടുക്കും? ഫായിനെ കൊടുക്കും. ഇനി നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, ഐലത്തൻ ദാരിദ്ര്യം നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, ഫസൗഫ യുഗ്നീക്കും പിന്നീട് അള്ളാഹു നിങ്ങളെ ഐശ്വര്യമാക്കും. മിൻ ഫദ്ലിഹി ഏതിൽ നിന്ന്? അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് അവൻ നിങ്ങളെ ഐശ്വര്യവാന്മാരാക്കും. നമ്മളെ ചർച്ച ഏതാ? ഏതാ നമ്മളെ വിഷയം? ഫസൗഫ. ഏതാ ഷർത്ത്? അതാണ് ഫീലു ഷർത്ത്. ജവാബ് ഷർത്താണ് സൗഫ യുഗ്നീക്കും. ആ യുഗ്നീക്കും എന്നുള്ള ജവാബിൽ ഏത് വന്നു? സൗഫ വന്നു. സൗഫ വന്നപ്പോ എന്തിനെ കൊടുത്തു? ഫായിനെ കൊടുത്തു. പിന്നീട് 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 എന്നർത്ഥം. സൗഫ യുഗ്നീക്കും പിന്നീട് നിങ്ങളെ ഐശ്വര്യമാക്കും. അത് മുളാരിയിലാ കിടക്കുക. പഠിച്ചോളി. ഇപ്പൊ യദ്രിബു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അടിക്കുന്ന. അത് ഇപ്പൊ അടിക്കുന്നു അർത്ഥമുണ്ട്, പിന്നീട് അടിക്കുന്നു അർത്ഥമുണ്ട്. അവിടെ സ യദ്രിബു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സൗഫ യദ്രിബു എന്ന് പറഞ്ഞാൽ അടിപ്പല്ല, പിന്നെ പിന്നീടാണ് അർത്ഥം. യദ്രിബു എന്നൊക്കെ എന്തുണ്ട്? പഠിക്കുന്ന അർത്ഥമുണ്ട്. അപ്പൊ സ യദ്രിബു, സ യക്തുബു, സൗഫ യദ്രിബു, സൗഫ യക്തുബു എന്ന് പറഞ്ഞാൽ ആ അടിപ്പ നടക്കണില്ല, പിന്നീട് എന്നാണ് അർത്ഥം. അതിന് ഇസ്തിഖ്ബാലിന്റെ അക്ഷരം എന്നാ പറയാ. ഏതൊക്കെ? സീനും പിന്നെ രണ്ടാമത്തത് സൗഫ. അടുത്തത് ഒമ്പതാമത്തത് അയ്യുസദ്ദറ ആ ജവാബിനെ തുടങ്ങപ്പെടുക. എന്താ യുസദ്ദറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജവാബിനെ എന്താക്കുക? തുടങ്ങപ്പെടുക. ആ എന്താണ് അർത്ഥം? തുടങ്ങപ്പെടുക. അയ്യുസദ്ദറ ആ ജവാബിനെ തുടങ്ങപ്പെടുക. അന്നമ കൊണ്ട് തുടങ്ങപ്പെടുക. ജവാബിൽ അന്നമയുണ്ടെങ്കിലും ഏതിനെ കൊടുക്കും? ഫായിനെ കൊടുക്കും. ഏതുകൊണ്ട് തുടങ്ങപ്പെടുക? അന്നമ. എന്താ കാന്നമന്റെ അർത്ഥം? ആയത് പോലെ എന്നാ. നമ്മൾ പഠിച്ച കാനല്ലേ? ഏത്? എവിടെ നിങ്ങൾ കാന പഠിച്ചേ? എവിടെ നിങ്ങൾ പഠിച്ചത്?
നസ്ബിന്റെ അതാത്തത് ആ ഏതൊക്കെ ഇതൻ കൈ ഏ, സന്നദാക്കി. ഏ, 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 ഏ. അല്ലല്ല സോറി ഏതൊക്കെ കാരണം പഠിച്ചിട്ട് അത് ആ ഇന്ന അന്ന ഇന്ന ലാക്കിന്ന. ആ ദൈത്തല ഇന്ന അന്ന കാന രായിത്ത ദൈത്തല എത്ര എളുപ്പം പറയാം. കുറെ തലക്കുന്ന അവിടെ പറയും, കുറെ തലക്കുന്ന ഇവിടെ പറയും. ഇന്ന അന്ന അന്ന ലാക്കിന്ന ലൈത്താലല്ല. അപ്പൊ ജവാബിൽ അന്നമ കൊണ്ട് ജവാബ് തുടങ്ങിയിരിക്കണമെങ്കിൽ അതിൽ ഏതുണ്ടാവും? ഫാ ഉണ്ടാവും. അതാ അയ്യുസദ്ദ തുടങ്ങി യുസദ്ദിറു തുടങ്ങും. യുസദ്ദറു പറഞ്ഞാലോ തുടങ്ങപ്പെടും. ആ അന്നഹു മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലന്നാസ ജമീആ. അന്നഹു തീർച്ചയായിട്ടും കാര്യം മൻ ഖതല നഫ്സൻ ആരെങ്കിലും ഒരു ശരീരത്തെ വധിച്ചാൽ ബിഗൈരി നഫ്സിൻ മറ്റൊരു ശരീരത്തെ വധിക്കാത്ത ഒരു ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളും എന്ത് ചെയ്തിട്ടില്ല. ഇപ്പൊ ഞാൻ വേറൊരാളെയും കൊന്നിട്ടില്ല. ഒരാളെന്ത് ചെയ്തു? എന്നെ വെറുതെ എന്ത് ചെയ്തു? കൊന്നു. എന്താ ബിഗൈരി നഫ്സിൻ എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്തിട്ടില്ല? മറ്റൊരു ശരീരത്തെ എന്ത് ചെയ്തിട്ടില്ല? കൊന്നിട്ടില്ല. ഔ ഫസാദിൻ ഫിൽ അർളി അല്ലെങ്കിൽ ഭൂമിയിലോ കുഴപ്പമുണ്ടാക്കിയിട്ടില്ല. രണ്ടും ചെയ്തിട്ടില്ല. ഒരാളെ കൊന്നിട്ടുമില്ല, പിന്നെ ഭൂമിയിൽ എന്തുണ്ടാക്കി? കുഴപ്പമുണ്ടാക്കില്ല. അങ്ങനത്തെ ഒരു നിരപരാധിയെ ആരെങ്കിലും വധിച്ചാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീആ അവൻ മുഴുവൻ ആളുകളെയും കൊന്നതുപോലെയായി. ഒരാളെ കൊന്നാൽ, നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ ആളുകളെയും എന്തായതുപോലെയാണ്? കൊന്നത് പോലെയാണ്. അപ്പൊ അവിടെ ഷർത്ത് ഏതാണ്? മൻഖതല. ഏതാ ജവാബ്? ഫകഅന്നമാ. അപ്പൊ ജവാബ് ഏതുകൊണ്ടാ തുടങ്ങിയത്? അന്നമ. അപ്പൊ അന്നമീറിന്റെ തുടങ്ങിയപ്പോ അതിൽ എന്തിനെ കൊടുത്തു? ഫായിനെ കൊടുത്തു. ഫാ ഉണ്ടെങ്കിൽ പിന്നെ ജവാബിൽ ജസ്മ ഉണ്ടാവില്ല കേട്ടോ. ഹലോ, ജവാബില് ഫാ വരുന്ന സ്ഥലങ്ങളില്ലേ, ഇത്തരം സ്ഥലങ്ങളിൽ ജവാബിൽ ഏതുണ്ടാവൂല? ജസ്മ ഉണ്ടാവൂല. ആ ജസ്മ ചെയ്യണീന് പകരാണ് എന്തിനെ കൊടുക്കണത്? ഫായിനെ കൊടുക്കണം. പറയുന്ന മനസ്സിലായോ? ജവാബിൽ ഫാ വരൽ എത്ര സ്ഥല പറഞ്ഞു? 9 സ്ഥല പറഞ്ഞു. ആ ഫാ വരൽ നിർബന്ധമായ 9 സ്ഥലങ്ങളിലും ഷർത്തിന്റെ ജവാബിന് ഏതുണ്ടാവൂല? ജസ്മുണ്ടാവൂല. അതാ ഞാൻ പറയാൻ പോണത്. ലാ യുജ്സമു ജസ്മ് ചെയ്യപ്പെടൂല ജവാബു ഷർത്തി. എന്തിന്? ജവാബിന് എന്ത് ചെയ്യപ്പെടൂല? ജസ്മ ചെയ്യപ്പെടൂല. എപ്പോൾ? ഇദഖ്തറന ആ ജവാബ് അടുത്ത് വന്നാൽ ബിൽ ഫാഇ എന്തിനോട് അടുത്ത് വന്നാൽ? അപ്പൊ ജവാബിൽ ഫാ ഉണ്ടെങ്കിൽ ആ ജവാബ് എന്താ പറയണേ? ലാ യുജ്സമു ജസ്മ് ചെയ്യപ്പെടൂല ജവാബു ഷർത്തി ഷർത്തിന്റെ ജവാബിന് ജസ്മ് ചെയ്യപ്പെടൂല. എപ്പോ? ഇദഖ്തറന ആ ജവാബ് അടുത്ത് വന്നാൽ ബിൽ ഫാഇ എന്തിനോട് അടുത്ത് വന്നാൽ? ഫാഇനോട് അടുത്ത് വന്നാല്. പിന്നെ അപ്പോ ഈ ജുംലത്തി ജുംലക്കാകും. ആരാണ് ഈ വർത്താനം പറയുന്നത്? നിങ്ങൾക്ക് തുറന്നു വെച്ചിട്ട് ഒന്ന് മ്യൂട്ടാക്ക്. ആ അപ്പൊ എന്താ പറയണത്? ജവാബിൽ ഫാ ഉണ്ടായി കഴിഞ്ഞാൽ ആ ജവാബിൽ പിന്നെ എന്തുണ്ടാകാൻ പാടില്ല? ജസ്മുണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്താ പറയാ? ജുംല ഫി മഹല്ലി ജസ്മിൻ ജവാബു ഷർത്ത് അറിയും. ഇറാബ് എന്തിനേക്കാരം? ജുംലക്കൈക്കാരം. ഒരു ഉദാഹരണം പറഞ്ഞാല് കഅന്നർഫ് തശ്ബീഹ്
ഖത്തല ഫീല് ഫായില്, അന്നാസ മഫൂല്. ഈ കാനന്റെ ഇസ്മും ഖബറും ഒക്കെ കൂടിയ ജുംലക്കാണ് എന്ത് എന്ന് പറയാ? ഫീ മഹല്ലി ജസ്മിൻ ജവാബു ഷർത്തി. അതാ പറയണേ. വയക്കൂനുൽ ഇറാബു ജവാബാകുന്ന ഇറാബാകും ഈനയിദിനപ്പോ ലിൽ ജുംലത്തി ആർക്കൈക്കാരം? ജുംലക്കൈക്കാരം. ഫയുഖാലു അപ്പൊ പറയപ്പെടും ഇന്നഹാ ഫീ മഹല്ലി ജസ്മിൻ, ഇന്നഹാ തീർച്ചയായിട്ടും ആ ജുംല ഫീ മഹല്ലി ജസ്മിൻ ഇതിന്റെ പോസ്റ്റിലാണ്. ജസ്മിന്റെ സ്ഥാനത്ത്. അപ്പൊ മൻ യുതിഇല്ലാഹ വറസൂല, മൻ ശർത്ത് ജാസിമ്, യുതി ഫീൽ മുദാരി മജ്സൂം, ഫായിൽ ദമീർ മുസ്തതിർ ഹുവ, അല്ലാഹ മഫഊൽ വറസൂലഹു അത്ഫ്. ഫഖദ് ഫാസ ഫാഇ ജവാബിൽ വന്നത്, ഖദ് തഹ്ഖീഖ്, ഫാസ ഫീൽ മാദി ദമീർ ഫായിൽ ഫീ മഹല്ലി ജസ്മിൻ. അങ്ങനെ പറയാ, ഫീ മഹല്ലി ജസ്മിൻ. ഫമൻ വസ്സന ഫലൈസ മിന്ന, ആരാണ് ചതിക്കണതോ നമ്മിൽപ്പെട്ടവനല്ല. മന്ന് ഷർത്ത് ജാസിം വസ്സ ഫീൽ മാദി മബ്നിയുൻ അലൽ ഫത്ഹി ഫീ മഹല്ലി ജസ്മിൻ ഫീലു ഷർത്ത്. നാ നമ്മളെ ഫീലുണ്ട് ഫായിലുണ്ട് അതില്. നാ എന്ന് പറഞ്ഞാലോ മൻ വസ്സ ആരെങ്കിലും വഞ്ചിച്ചാൽ, അതിൽ ഫീലുണ്ട് ഫായിലുണ്ട്. ആരെ? നാ, ആരെ? നമ്മളെ. നമ്മളെ, അതാണ് മഫൂല്. ഫാഇ ജവാബില് വന്നത് ലൈസ ഫീല് നാക്കിസ് ദമീർ ഇസ്മ്, മിന്നാ ജാറ് മജ്റൂറ് ഖബറു ലൈസ. ഇങ്ങോട്ട് നമ്മൾ പറയും ജുംല ഫീ മഹല്ലി ജസ്മിൻ ജവാബു ഷർത്തി. അതാണ് പറയണേ. എവിടെ? അതാരാ? യുജ്സമു ജവാബു ഷർത്തി, ഷർത്തിന്റെ ജവാബിന് ജസ്മ് ചെയ്യപ്പെടൂല. എപ്പോൾ? ഇദഖ്തറന ബിൽ ഫാഇ, ആ ജവാബ് എന്തിനോട് അടുത്ത് വന്നാൽ. എന്തിനോട്? അപ്പൊ ജവാബിൽ ഫാ ഉണ്ടോ, പിന്നെ അവിടെ ഏതുണ്ടാവില്ല? ജവാബില് ഉണ്ടാവൂല. വയകൂനുൽ ഇറാബു, ഇറാബാകും ഈനൈദിൻ അപ്പോൾ ലിൽ ജുംലത്തി ആർക്കൈക്കാരം? ജുംലക്കൈക്കാരം. എന്നിട്ട് ഫയുഖാലു പറയപ്പെടും ഇന്നാ തീർച്ചയായിട്ടും ആ ജുംല ഫീ മഹല്ലി ജസ്മിൻ എന്തെന്ന് പറയപ്പെടും? ജസ്മിന്റെ മഹല്ലിലെന്ന് പറയപ്പെടും. ജവാബ് മാലിയായാൽ ഫാ ഉണ്ടാവും പറഞ്ഞോ? ജവാബ് മാലിയാണെങ്കിൽ മാലി പറഞ്ഞല്ലോ. ആണെങ്കിൽ അത് ഫത്തഹിന്റെ മേൽ മബ്നിയായിരിക്കും, അത് ജസ്മിന്റെ മഹല്ലിയായിരിക്കും പറഞ്ഞിരുന്നല്ലോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടോ. നടക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.